ബി.ജെ.പി കൗൺസിലർ തിരുമല അനിലിന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെടുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ട്, വസ്തുതകളെല്ലാം പുറത്തു വരണമെന്നും കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും കെ.പി.സി.സി സെക്രട്ടറി ആർ.വി. രാജേഷ് പറഞ്ഞു. ആത്മാർത്ഥതയുള്ള ഒരു പൊതുപ്രവർത്തകനായ ശ്രീ തിരുമല അനിലിൻ്റെ വേർപാട് തീർത്തും ദുഃഖകരമായ ഒരു കാര്യമാണ്. ഒരു സഹകരണ സംഘത്തിലെ വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ ഒക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായും ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കാനാണ് സാധ്യത. അന്ന് ക്രിയാത്മകമായി ഒരുപക്ഷെ ആ പാർട്ടി നേതൃത്വം ഇടപെട്ടോ എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടത് ബി.ജെ.പിയുടെ നേതൃത്വമാണ്. ഇപ്പോൾ ഒരു അതിവൈകാരിക പ്രകടനമൊക്കെ നടത്തുന്ന നേതാക്കന്മാർ തീർച്ചയായും ഒരുപാട് പ്രവർത്തകർക്ക്, അല്ലെങ്കിൽ ആ വാർഡിലെ ജില്ലയിലെ പൊതുപ്രവർത്തകർക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുമായി നിൽക്കുന്ന ആളുകൾക്ക് വളരെയധികം വേദനയും ദുഃഖവുമുണ്ട്. ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ വേണ്ടി, ഇതിൻ്റെ യഥാർത്ഥ വസ്തുക്കൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നിഷ്പക്ഷമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാ പൊതുപ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. ടി.എസ്. ഹരീഷിനുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. ഹരി, ഇപ്പോൾ ആ മരണത്തിന് ശേഷമുണ്ടായ സംഭവങ്ങൾ അല്ലേ, മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് ബി.ജെ.പി പ്രവർത്തകർ കയർക്കുന്ന സംഭവമുണ്ടായി. രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം പ്രതികരണം വലിയ വിവാദമാകുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് പോലീസിനെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ സമയത്തിന് തൊട്ട് മുമ്പ് ഉണ്ടാകുന്ന വിവാദങ്ങൾ ഒരു ജനപ്രതി എന്ന നിലയ്ക്ക് ഇത്രയും കാലം നല്ല നിലയിൽ പ്രവർത്തിച്ച ഒരാൾക്കുണ്ടാകുന്ന മാനസികാഘാതവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനം? ഇതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം തെളിഞ്ഞു വരാൻ എത്ര സമയമെടുത്തേക്കും? ഗൗരവമുള്ള ഒരു അന്വേഷണം ഇതിൽ വേണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇതിൽ തന്നെ തമ്പാനൂർ പോലീസിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് തമ്പാനൂർ പോലീസ് അദ്ദേഹത്തെ, തിരുമല അനിലിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷേ പോലീസ് അത് നിഷേധിക്കുന്നുണ്ട്. ഈ ആരോപണത്തിൽ പറയുന്നത് പോലെ ഭീഷണിപ്പെടുത്തുകയോ മറ്റൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം. അതേസമയം തന്നെ അനിലിന്റെ ആത്മഹത്യ ബി.ജെ.പിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വരി എന്ന് പറയുന്നത് താൻ വിശ്വസിച്ചവർ തന്നെ ചതിച്ചു എന്നാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരി. മാത്രമല്ല, നമ്മുടെ ആൾക്കാരെ സഹായിച്ചു എന്നുള്ള വരികളൊക്കെ ആ ആത്മഹത്യക്കുറിപ്പിലുണ്ട്. അല്പം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസാരിച്ചപ്പോൾ ഈ ആത്മഹത്യക്കുറിപ്പിലെ വരികൾ പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. കാരണം നമ്മുടെ ആൾക്കാരെ സഹായിച്ചു എന്ന് പറയുമ്പോൾ അത് ആരെ ആയിരിക്കും സഹായിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് വ്യക്തമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം എന്നുള്ളൊരാവശ്യം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും CPM-ന്റെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ ഉയരുന്നുണ്ട്. ശരി, നമുക്ക് ഹരി സൂചിപ്പിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം കൂടി കേൾക്കാം ഈ വിഷയത്തിൽ. പിന്നെ കരമന ജയനുമായി അനിലിന്റെ ഭാര്യയെ കാണുന്നതിന് വേണ്ടി ചെന്നപ്പോൾ അവർ അലറി വിളിച്ചുകൊണ്ട് പറയുകയായിരുന്നു, നിങ്ങളെയൊക്കെ വന്ന് ചേട്ടൻ കണ്ടതല്ലേ, അന്ന് നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തതിനുണ്ട് തയ്യാറായോ എന്ന് അവർ വളരെ രോഷത്തോടു കൂടി അവിടെ പറയുന്നുണ്ടായിരുന്നു. അനിൽകുമാർ ഒരു സാധാരണ കൗൺസിലറായിട്ട് മാത്രം കാണാൻ വേണ്ടി പറ്റില്ല. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവാണ്. RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. അതുകൊണ്ട് RSS ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. RSSന്റെ നേതാക്കന്മാരും പ്രതികരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതില് മാർക്സിസ്റ്റ് പാർട്ടിയും ബന്ധമില്ല, പോലീസും ബന്ധമില്ല, മറ്റൊരു പാർട്ടിക്കും ബന്ധമില്ല. അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ സഹായിക്കേണ്ടവർ സഹായിച്ചില്ല. നല്ല സമഗ്രമായിട്ടൊരു അന്വേഷണം നടത്തുമ്പോൾ അറിയാം ആരൊക്കെയാണ് കാശ് എടുത്തുകൊണ്ട് പോയി. ആ ആത്മഹത്യക്കുറിപ്പിൽ ഒരു സ്ഥലത്ത് പോലും ബി.ജെ.പി പ്രവർത്തകർ എന്നെ ബുദ്ധിമുട്ടിച്ചു, എന്നെ സഹായിച്ചില്ല എന്നല്ലാതെ പോലീസ് എന്നെ ഉപദ്രവിച്ചെന്നോ എന്നെ ഫോൺ ചെയ്തെന്നോ പോലീസിന്റെ ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് എഴുതി വെച്ചിട്ടേ ഇല്ല. അത് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. കാശെടുത്തുകൊണ്ട് പോയി അടയ്ക്കാത്തവർ തന്നെയാണ് മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അവരുടെ പേരിൽ കൊലക്കുറ്റത്തിൽ കേസെടുക്കേണ്ടത്.